എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നമ്മളിത് കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 12 നാരങ്ങ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു നാരങ്ങ ഒരു 6 പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്യലൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്ന നാരങ്ങയിൽ കൂടുതലും പച്ച നാരങ്ങ, പക്ഷേ കയ്പ്പ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ചൂടോട് കൂടെ നോക്കുമ്പം ചെറിയൊരു കയ്പ്പ് തോന്നും, പക്ഷേ നന്നായിട്ട് തണുത്തതിന് ശേഷം നോക്കുമ്പം ഒട്ടും കയ്പ്പുണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ നാരങ്ങ വാട്ടുകയോ അതുപോലെ വഴറ്റുകയോ ഒന്നും ചെയ്യണ്ട. ഇനി നമുക്കിതിലേക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതെടുത്തിട്ടുണ്ട്. ഈ ഇഞ്ചി കഷ്ണം കൂടുതൽ വലുതുമല്ല, അതുപോലെ തീരെ ചെറുതുമല്ല, മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 2 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളക് നമുക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പിരിയ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല മുളക് പൊടിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഒരു 2 മുതൽ 2.5 ടേബിൾ സ്പൂൺ വരെ എടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിന് നമുക്ക് കുറേ നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഉടനെ തന്നെ അച്ചാർ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ കൂടുതൽ നാൾ കേടുകൂടാതിരിക്കണം എന്നുണ്ടെങ്കിൽ നല്ലെണ്ണ തന്നെ യൂസ് ചെയ്യുന്നതാവും കൂടുതൽ നല്ലത്. ഇപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉലുവയും നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നാരങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ശർക്കര യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് തീ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് തീ ഹൈ ഫ്ലെയിമിൽ വെക്കണം. അതിനുശേഷം ഒരു 3 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ഇത് നല്ല കറക്റ്റ് പാകത്തിന് നമുക്ക് വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ ആവിയൊക്കെ ഫുള്ളായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് അച്ചാറിന് ചാറ് ഈ ഒരു പാകത്തിന് മതിയെങ്കിൽ ഇങ്ങനെ എടുക്കാം. അതല്ല നമുക്ക് കുറച്ചുകൂടി ഒന്ന് വറ്റിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ തീ ഒന്ന് കത്തിച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു പാകത്തിനാണ് എടുക്കുന്നത്. ഇനി ഞാൻ ഈ നാരങ്ങ വെന്തിട്ടുണ്ടോ എന്നൊന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, നമ്മുടെ നാരങ്ങയൊക്കെ നല്ല കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു ചില്ല് കുപ്പിയിൽ ഇട്ടിട്ട് സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ നമ്മുടെ ഈ ഒരു അച്ചാർ കുറേ നാൾ കേടുകൂടാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെടുക്കുന്ന കുപ്പിയിൽ ഒട്ടും വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ ഇത് പൂത്തു പോകും. അതുപോലെ തന്നെ നല്ലെണ്ണ തന്നെ ഉപയോഗിച്ചിട്ട് നമ്മൾ അച്ചാർ ഉണ്ടാക്കുകയും ചെയ്യണം. അപ്പോൾ വളരെ ഈസിയും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറേ നാരങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ വളരെ എളുപ്പത്തിൽ അച്ചാർ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ട് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.